എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി. എല്ലാം കിടന്ന് ആകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പം സ്റ്റാർട്ടിങ് തന്നെ രേണുസുതി ഇപ്പം ഈ അസുഖം വന്നതിന് ശേഷം ഇവരെ ഈ കാണിച്ചു കൂട്ടുന്ന ഈ പ്രവൃത്തിയോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ആൾക്കാർ, ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാർ, ഈ പ്രവൃത്തിയോട് ഇപ്പം ഈ അസുഖം വന്നതിന് ശേഷവും ഈ തുടർന്ന് കൊണ്ടുപോകുന്ന ഈ കോമാളിത്തരവും ഈ നാടകവും ഒട്ടും ഇഷ്ടമല്ലാത്ത ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങൾ അഭിപ്രായം ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പം രേണുവിനെ സഹായിക്കാൻ പോയ സീമാജി നായർ ഒരുപാട് പേർക്കറിയാം. അത് തന്നെ പറയട്ടെ, സീമാജി നായരെ ഒരുപാട് ആളുകൾ കല്ലെറിയുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ അവരെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സീമാജി നായർ ഈ രേണുസുതിയെ, കാരണം രേണുസുതിക്ക് ക്യാൻസറാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാണാൻ പോകുന്നു, സഹായിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം സീമാജി നായർ നല്ലൊരു വ്യക്തിയാണ്. കാരണം പുള്ളിക്കാരി ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെയും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സഹായിക്കുകയും ഇതുപോലെ കൂടെ പിടിച്ച് നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്രയും നല്ലൊരു വ്യക്തി രേണുവിനെ കാണാൻ പോയി, അവിടെ കണ്ട് സംസാരിച്ചു. അതിനുശേഷം ഇവർ ഈ രേണു ചെയ്തൊരു പരിപാടിയുണ്ട്. ഇവരെ ഫോട്ടോയും വെച്ചിട്ടുണ്ടല്ലോ. ICUവിൻ്റെ അകത്ത്, കോട്ടയം RCCയുടെ ഈ ICU ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൻ്റെ അകത്ത് നിൽക്കുന്ന ICUവിൻ്റെ അകത്ത് നിൽക്കുന്ന ഫോട്ടോയുമായിട്ട് ഒരു ഫോട്ടോ നിർമ്മിച്ചിട്ട് അത് ഒറിജിനൽ ഫോട്ടോ എന്ന രീതിയിൽ ഈ രേണു അത് FBയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി. ഇവരെ സഹായിക്കാൻ പോയ ഈ സീമാജി നായർക്ക് ഉൾപ്പെടെ അതൊരു നെഗറ്റീവ് ഉണ്ടാക്കി. കാരണം ക്യാൻസർ പേഷ്യൻ്റാണ്, ICUവിൽ എങ്ങനെ ഒരു വെളിയിൽ നിന്ന് വന്ന ഒരാളെ എങ്ങനെ അതിനകത്ത് കയറ്റി വിടും? സീമാജി നായർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവരെ വിമർശിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ വെളിയിൽ വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, രേണുസുതിക്കെതിരെ ഒരു പൊതുപ്രവർത്തകൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. കാരണം ഇവരെ ഈ ക്യാൻസർ നാടകം അത് നാടകമാണോ അതോ ഉള്ളതാണോ, ക്യാൻസർ ആണെന്ന് പറയുന്നു. അതിനുശേഷം ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ക്യാൻസർ ആണെന്ന് പറയുകയും ചെയ്യുന്നു. ഡെയിലി ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊന്നും ഒരു ക്യാൻസർ രോഗിയും ഇതുവരെ ഇങ്ങനെ ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും പരാതിയുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അപ്പം സഹീർ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പരാതി പോയ സ്പോട്ടിൽ തന്നെ സീമാജി നായർ രേണുവിനെ വിളിക്കുന്നു. രേണുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ടുള്ളത് സീമാജി നായരെ ശ്രദ്ധയിൽപ്പെടുന്നു. മര്യാദയ്ക്ക് ആ ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ട് അത് തെറ്റിദ്ധരിച്ച് ഒരുപാട് ആളുകൾ അത് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. അതിനെതിരെ ഉറപ്പായിട്ടും ഒരു വീഡിയോ ഇടണമെന്ന് രേണുവിന് കർശനമായിട്ടുള്ളൊരു വാണിംഗ് കൊടുക്കുന്നു, താക്കീത് കൊടുക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും ദിവസം മിണ്ടാതിരുന്ന രേണു ഒരുപാട് ആളുകൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും ICUവിൽ കയറി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ICUവിൽ കയറി ഫോട്ടോ എടുക്കാൻ ഒരു ഡോക്ടറും അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലും രേണു അത് ചെയ്യാതെ സീമാജി നായർ നേരിട്ട് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം ഇത് കുറ്റകരമാണ്, അവർക്കൂടെയാണ് ഈ ഒരു പ്രശ്നം പോകുന്നത്. അപ്പോൾ നോക്കിക്ക്, ഇവരെ പോയി ക്യാൻസർ അല്ലേ എന്ന് പറഞ്ഞ് ഇവരെ പോയി ഒന്ന് സഹായിക്കാനും കാണാനും ഒന്ന് ആശ്വസിപ്പിക്കാനും പോയ വ്യക്തിയെ വരെ ഇവർ പണി കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അല്ലേ. ഇവരെ കണ്ടതിന് ശേഷം സീമാജി നായർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. ഇപ്പോൾ അൻഷാദും രംഗത്ത് വന്നിട്ടുണ്ട്. അൻഷാദ് നമുക്കറിയാലോ, രേണു തൂങ്ങിയും വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ആയിട്ട് വന്നല്ലോ. അപ്പോൾ അവനും രേണുവിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവനും FBക്കകത്ത് 1-2 പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വായിക്കാം. അപ്പോൾ ഇവിടെ സീമാജി നായർ രേണുവിനെ കാണാൻ പോയ സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ വായിക്കാം. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില കാര്യങ്ങൾ എഴുതണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ രേണുവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയോ രേണുവിൻ്റെ വീഡിയോ കാണുന്ന ആളോ ആയിരുന്നില്ല. പക്ഷേ രേണുവിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ദിവസം മുതൽ അവരെ വിളിക്കാനും കാര്യങ്ങൾ അറിയാനും ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ അടുത്ത് പോയിരുന്നു. രേണുവിനെ കണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും കടന്നു വന്ന ഇത്തരത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോഴുമുണ്ട്. ഇന്നലെ വരെ അവർ ആരെന്നോ എന്തെന്നോ അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ. പക്ഷേ ഈ അസുഖം എന്താണെന്നും
അതെങ്ങനെയാവും എന്നറിയാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ആർക്കും ഈ അസുഖം വരുത്തല്ലേ എന്നാണ്. നിരവധി പേരുടെ കൂടെ ഞാൻ യാത്ര ചെയ്തു. എൻ്റെ അമ്മയ്ക്കും ഇതേ അസുഖമായിരുന്നു. പല വേർപാടുകളും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നുമില്ലതാനും. ഇന്നലെ വരെ ഒരാളുടെ തണലിൽ ജീവിച്ചിരുന്ന വ്യക്തി പെട്ടെന്ന് അയാൾ ഇല്ലാതാകുമ്പോൾ മുന്നോട്ട് ഇനിയും ജീവിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിൽ അവനവന് പറ്റുമെന്ന് അവർക്ക് തോന്നുന്ന ജോലി ചെയ്യാൻ ശ്രമിക്കും. കാണേണ്ടവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് തിരസ്കരിക്കാം. ആരുടെ കൈയും കാലും പിടിച്ച് എൻ്റെ വർക്ക് നിങ്ങൾ കണ്ടേ മതിയാവും എന്നാവശ്യപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ അവർ ജീവിതത്തെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചതാവാം. രേണുവിന് അസുഖം ആയിക്കഴിഞ്ഞ് അവരുടെ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന നെഗറ്റീവ് കമൻറ്റ് മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തി. എന്തിനാണ് നമ്മൾ ഇത്രയധികം അഷ്ണുത കാണിക്കുന്നത്? ഈ അസുഖം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോൾ തെറി വിളിക്കുന്ന പലരുടെയും ഉള്ളിൽ ഇതുണ്ടാകും. ചിലപ്പോൾ ലാസ്റ്റ് നിമിഷമാകാം ഇതറിയുന്നത്. എന്തിനാണ് അവരെ തെറി വിളിക്കാൻ നമ്മൾ മത്സരിക്കുന്നത്? അവർ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ദുഷ്കരമാണ്, അതികഠിനമാണ്. അതിനെ അതിജീവിക്കാൻ രേണുവിന് കഴിയട്ടെ. അസുഖത്തിൻ്റെ വേദനയിലുപരി അതിൻ്റെ കാഠിന്യത്തിലുപരി രേണു പുറത്തു പറഞ്ഞില്ലെങ്കിലും അവരെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് പറയണം, അവരെ വെറുതെ വിടൂ, ക്യാൻസറിനോട് പൊരുതി അവർ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞൊരു രേണുവിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഈ സീമാജി നായർ വളരെ നല്ലൊരു സ്ത്രീയാണ്. ഒരുപാട് പേരെ ഈ ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു പ്രചോദനമൊക്കെ കൊടുക്കുന്നുണ്ട്. രേണുവിൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ട് ഈ ഒരു പോസ്റ്റ് ഇടുന്നു. ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് രേണുസുതി ഫേസ്ബുക്കിനകത്തും ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ വെച്ചിട്ട് ICUവിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഈ രേണുസുതി പോസ്റ്റ് ചെയ്യുന്നത്. അത് അവർക്കും കൂടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരി അത് പോസ്റ്റ് ചെയ്യുന്നത്. ക്യാൻസറിൻ്റെ ക്യാൻസർ ബാധിച്ച് ഒരുപാട് രോഗികൾ വിഷമിക്കുന്നുണ്ട്, വേദന അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ഇതാണ് ഞാൻ ഈ രേണുവിൽ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് അസുഖമുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ച് പോകും. അതാണ് ആ പൊതുപ്രവർത്തകൻ പോയി പരാതി കൊടുത്തത്. അവർക്ക് സന്തോഷമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് സന്തോഷമായിട്ട് പോകാം. എന്തിനാണ് ഇങ്ങനെ വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ആ കിച്ചുവിനെ ചുമ്മാ ഇതിലേക്ക് വലിച്ചിഴക്കാനെ കൊണ്ട് ഇതിനകത്ത് വേറൊരു ഇതും കൂടെ ഉണ്ട്. വേറൊരു കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീമാജി നായരുമായിട്ടുള്ള ഫോട്ടോ ഇട്ടതിൻ്റെ പിന്നിലെ കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു വന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ് അവനെയും കൂടെ പഴിചാരാൻ വേണ്ടിയിട്ട് അവനെയും കൂടെ ഇതിന് സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് തിന്നാനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം സീമാജി നായർ ICUവിൻ്റെ അകത്ത് വരെ വന്നു കണ്ടു. എന്നിട്ടും കിച്ചു 11 വയസ്സ് തൊട്ട് ഞാൻ എടുത്ത് വളർത്തി എൻ്റെ കിച്ചു വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ജനങ്ങളിലേക്ക് അത് തെറ്റിദ്ധരിപ്പിക്കാനും കൊണ്ടുള്ളൊരു സംഭവമാണ് ഇവർ ഇട്ട് കൊടുത്തത്. അപ്പം ജനങ്ങൾ ചിന്തിക്കും, കണ്ട അവർ ICUവിൽ വരെ പോയി കണ്ട്. ഈ കിച്ചു ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പോയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് തിരിച്ചു വന്നത്. അപ്പം ജനങ്ങൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ചിന്തിച്ചിട്ട് ലാസ്റ്റ് ആ ചെറുക്കനെ അവൻ്റെ മേലോട്ട് എല്ലാം കൂടെ പൊങ്കാലയിടാൻ പോകും. അതൊക്കെയാണ് ഇവർക്ക് വേണ്ടുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, ഞാനിനി ഇവിടെ രേണുസുതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മറുപടി തന്നിട്ടുണ്ട്. ഇപ്പോഴാണ് മറുപടിയായിട്ട് വരുന്നത്. ഇത്രയും ദിവസം ജനങ്ങൾ പറഞ്ഞപ്പോഴും കമൻറ്റിലൂടെയും വീഡിയോസിലൂടെയും ഇതൊക്കെ പറഞ്ഞപ്പോഴും ഒന്നും ഇവർ കണ്ടില്ലായിരുന്നു. രേണുസുതി ഇതൊന്നും കണ്ടില്ലായിരുന്നു. ഇപ്പം സീമാജി നായർ മനുഷ്യാവകാശ കമ്മീഷന് പരാതി പോയപ്പോഴത്തേക്ക് സീമാജി നായർ വിളിച്ച് ഇവരടുത്ത് കാര്യം പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ പെട്ടെന്ന് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അത് അവർക്കും അവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് എന്നവർ പറഞ്ഞപ്പോഴാണ് രേണു ഒരു വീഡിയോയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ നാണോ ഉളുപ്പുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥയിലും ഈ മനസ്സിനകത്ത് ഈ വിഷം കൊണ്ട് നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഓക്കെ, എന്തായാലും ഇവിടെ രേണുവിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനുശേഷം സീമാജി നായരെ വോയിസ് പുറത്ത് വന്നിട്ടുണ്ട്, അവരിതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്, അതും കൂടെ ഞാൻ വെച്ച് തരാം. എന്തായാലും നിങ്ങൾ സീമാജി നായരെ രേണുവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കണ്ടോ. ഹലോ, നമസ്കാരം. രേണുസുതിയാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. അതുപോലെ ആ ഒരു പിക്ക് AI പിക്കാന്ന് ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ഇട്ടേക്കുന്ന AI പിക്ക്. അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ടും എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും ICU കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് AI വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ AI വെച്ചിട്ട്, അല്ലാതെ അത് എല്ലാവർക്കും കണ്ടാൽ അറിയാം AI ആണ്. അപ്പം പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICUവിൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അറിയാമല്ലോ.
ആരെ ICUയിൽ കയറ്റത്തൊന്നുമില്ല. ചേച്ചി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കിപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർമാർ വിളിക്കുമ്പോൾ എൻ്റെ ചേച്ചി വന്ന് കാണും. അതല്ലാതെ വെറുതെ സഹായം ചെയ്യുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ഇങ്ങനെ ക്രൂശിക്കരുത് ദയവേത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്യാൻസറിൻ്റെ ചികിത്സയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക, അല്ലെങ്കിൽ വിഷം തന്ന് കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. ക്യാൻസർ ആയിട്ട് എനിക്ക് ഏതായാലും മരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുക, അല്ലാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്. അയ്യോ, ഇങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങൾ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ടിട്ട് സീമാജി നായരുമായിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ എഴുതി അങ്ങോട്ട് തള്ളി മറിച്ചിട്ടത് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വായിച്ചു തരാം. ഇവർ എഴുതിയിട്ടേക്കുന്ന ഫോട്ടോ അതിനകത്ത് കൊടുത്തേക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീമാജി നായർ ഒരു ഫോട്ടോയിൽ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. പുറവിൽ ICU എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെൽ പ്ലാനഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുറവിൽ ICU വേണം കേട്ടോ എന്ന് ഇത് എഡിറ്റ് ചെയ്തതിൻ്റെ അടുത്ത് പറഞ്ഞാൽ വേണ്ടി ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ ജനങ്ങൾ കാണുമ്പോഴത്തേക്ക് തെറ്റിദ്ധരിക്കൂ. ആ കിച്ചു വന്നില്ലല്ലോ, അതുകൊണ്ട് ICUവിൽ കയറി സീമാജി നായർ വരെ കണ്ടേക്കുന്ന ഒരു രേണുവിനെ. എന്തായാലും ഭയങ്കര ബുദ്ധിയെ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നല്ല കഴിവുണ്ട് കേട്ടോ. ഓക്കെ, അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഇവർ ചെയ്തത് എന്താണെന്ന് അറിയാം. ഇവർക്ക് ക്യാൻസറാന്ന് പറഞ്ഞപ്പോൾ തന്നെ പിറ്റേ തന്നെ ഒരു ഇൻ്റർവ്യൂ അങ്ങോട്ട് കൊടുത്ത്, ഒരു ഓൺലൈൻ മീഡിയാസിന് ഇൻ്റർവ്യൂ കൊടുത്ത് അതങ്ങ് തരംഗം സൃഷ്ടിച്ചു. എല്ലാവരെയും അങ്ങോട്ട് അറിയിപ്പിച്ചു ഇവർക്ക് ക്യാൻസറാണെന്നുള്ളൊരു ഇത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഓരോ ആളുകളെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പല ആളുകളും ഞാൻ പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിൽ ഇവരെ കൂടെ ഉള്ളായിരുന്ന ഇവരെ സീസണിനകത്തുള്ള അനുമോൾ, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞ് രേണു ചേച്ചി വിളിച്ചിട്ട് പോയി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വിളിച്ച് വരുത്തി. അപ്പോൾ അന്നേരം പറയാലോ, എല്ലാവരും എന്നെ കാണാൻ വന്നു, കിച്ചു മാത്രം വന്നില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആ ചെറുക്കൻ ഇപ്പം ഒരു 10 രൂപ ഉണ്ടാക്കുന്നത് ഇവർക്ക് സഹിക്കുന്നില്ല. അവനൊരു ബിസിനസ് തുടങ്ങി, അതിൽ നിന്ന് ഒരു കുറച്ച് പൈസ അവൻ ഉണ്ടാക്കുന്നത് സഹിക്കുന്നില്ല. ഇനി എന്നെക്കാളും മേലോട്ട് കയറി പോകും, എന്നെക്കാളും ഉണ്ടാക്കി സ്വന്തമായിട്ട് വേറൊരു വീട് വയ്ക്കും എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ. അതാണ് ഇവരെ മനസ്സിൻ്റെ ഈ ഒരു വിഷയം. എങ്ങനെയെങ്കിലും അവനെ തകർക്കണം. ഓക്കെ, എന്നാലും ഇവിടെ എഴുതി വച്ചേക്കുന്നത്, ചേച്ചി വന്നു, എന്നെ കണ്ടു, സീമേച്ചി എനിക്ക് എന്തു ഹാപ്പിയായിരുന്നു അറിയോ, ചേച്ചി ഹെൽപ്പ് ചെയ്ത് കേട്ടോ, എനിക്ക് അത് മെഡിസിനൊക്കെ വാങ്ങാൻ പറ്റി. താങ്ക് യു ചേച്ചി. മറ്റൊരുപാട് പേർ എന്നെ സ്നേഹിക്കുന്നവരും കൂട്ടത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. നിങ്ങൾ നല്ല മാന്യമായിട്ട് നിങ്ങൾ പോകുമായിരുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഇനിയല്ല ഒരുപാട് ആളുകൾ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളെ കാണാനൊക്കെ വന്നേനെ. പക്ഷെ നിങ്ങളെ ഈ സ്വഭാവം വെച്ചിട്ട് നിങ്ങളിനി ആര് ഹെൽപ്പ് ചെയ്യും എന്ന് ആലോചിച്ച് നോക്കിയേ. ആ സീമാജി നായരെ വരെ ഇതിനകത്ത് വലിച്ചിട്ട് ലാസ്റ്റ് അവർക്കെതിരെ വരെ പരാതി പോകും എന്നുള്ളൊരു ആളുകൾ വലിച്ചീറി ഒട്ടിക്കുന്ന അവസ്ഥയിൽ വരെ എത്തിയപ്പോഴത്തേക്ക് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നേക്കുന്നത്. ഇത്രയും ദിവസം നിങ്ങൾ എവിടെ ആയിരുന്നു? ഇത്രയും ദിവസം നിങ്ങൾ ആ ഫോട്ടോ ഇട്ടം തൊട്ട് അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാനിവിടെ സീമാജി നായർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. ആ ഒരു ഓഡിയോ കൂടെ വെച്ചുതരാം, അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കെ. ഇതെല്ലാം കിടന്ന് ആകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും ഷഫീനയ്ക്ക് അറിയാതിരിക്കാം, ഞാൻ കുറേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ കയറണം എവിടെ കയറണ്ട, എങ്ങനെ പോയി ഒരു പേഷ്യന്റിനെ നമുക്ക് കാണാം എന്നുള്ളതെല്ലാം എനിക്കറിയാം. ഞാൻ ഒരിക്കലും കോളേജിന്റെ ഞാൻ പറയട്ടെ മോളെ, അത് ഞാൻ പറയട്ടെ, അത് ആർക്കും എന്തും പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരും എന്തും പറയാമെന്നുള്ള ടൈമല്ല, അവളുടെ കൂടെ നിൽക്കുന്നവർത്തനാണ് അത് പറയുന്നത്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? അറിയില്ല ഷഫി, നമുക്കിത് അറിയില്ലല്ലോ മോളെ, നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. ഒന്നാമത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഇവള് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഷഫീനയോട് പറയൂ, ആ ഫോട്ടോ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും എവിടെ പോയി സെർച്ച് ചെയ്താലും അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU അല്ല, അതറിയാൻ പറ്റും. അപ്പം ഇനിയിപ്പം എങ്ങനെ ഒരു പരാതി എവിടെ പോയാലും അതാണെങ്കിലല്ലേ നമുക്കെതിരെ പരാതി വരുള്ളൂ. സീമയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം സീമയെ പോലുള്ളവരെയൊക്കെ അവള് വിളിപ്പിക്കുന്നതും അവിടെ സീമ പോയി കാണുമ്പോൾ ഫോട്ടോ എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നതും ഒക്കെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എല്ലാവരും ഇത് AI ആണോന്ന് അന്വേഷിക്കത്തില്ല. നമ്മള് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാകും. മോളെ, ഞാന് അത് മാത്രമല്ല, നമുക്ക് പോലും ചേച്ചി സീമ ചേച്ചിയാണോ അത് മോളെ അത് എഡിറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോ ഞാനത് നോക്കിയപ്പോ ക്ലിയർ ആയി. എനിക്ക് ശരിക്കുള്ള ഫോട്ടോ സീമ ചേച്ചി കാണിച്ചപ്പോഴാണ് ഞാൻ ഞാനത് നിനക്ക് അയച്ചു തന്നില്ലായിരുന്നു. കാരണം അതില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം,
അതിന്റെ ICUവിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് എന്റെ സത്യമായിട്ടും എനിക്കതിനെ ഇത് എന്തിനു ചെയ്തു എന്നറിയാമോ? ആ ചെക്കൻ ഹോസ്പിറ്റലിൽ ചെന്നില്ല, ICUവിനകത്തേക്ക് പോലും സീമയ്ക്ക് കയറാൻ പറ്റി. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ പോയി മുഖം കാണിക്കാൻ പോലും കിച്ചു തയ്യാറായി. ആ ചെറുകനെ ടാർഗറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എവർക്ക് എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടീനെ നോക്കാനുള്ള ഒരു പയ്യനാണത്. ബോധവും വിവരവും ഇല്ലാത്തൊരു സ്ത്രീ. അതാണ് ഞാൻ ഒന്നും പറയണില്ല. അല്ല ഷഫീന, ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ പുറകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസം ഷഫീന എന്റെ കൂടെ അല്ല മോളെ, നിങ്ങൾ ചെയ്യുന്നത് ഒരു ഗ്രേറ്റ് തിങ് ആണ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാനത് തുറന്നങ്ങ് പറയണേ. എനിക്കങ്ങനെ മറച്ചു വെക്കാൻ അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ പോലും തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പെണ്ണുങ്ങളല്ലേ. ഇപ്പം സീമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് സീമ പറഞ്ഞ് ഞാൻ റെഡി വാ കിടക്കാമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ സീമയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആ ക്യാരക്ടറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കണ മെസ്സേജ് റോങ് ആണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ സ്ത്രീയുടെ അടുത്ത് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജും ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരെന്റെ അമ്മയെ പറഞ്ഞതോ എന്നെ പറഞ്ഞോ എനിക്കതൊന്നും. ഇപ്പൊ വയ്യായ്മ വന്നപ്പം ആ സ്ത്രീക്ക് വയ്യായ്മ ഉള്ളവരുടെ പെയിൻ എന്താന്ന് മനസ്സിലായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസ്ഥ എനിക്കുണ്ട്. നമ്മൾ ഈ ബക്കറ്റൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കണം പറഞ്ഞാൽ ഇവരൊക്കെ കളിയാക്കും. മുള്ളി എന്നൊക്കെ പറഞ്ഞ് ഇവര് കളിയാക്കും. അത് നമ്മുടെ ഒരു അവസ്ഥയാണ്. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാൻ പോലും അങ്ങനെ ഒരു കാര്യം പറയാത്ത ആളാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഒരിക്കലും അതെ എനിക്കറിയാം. കാരണം ഞാൻ ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ എന്താ പറയുന്നത് രക്ഷാധികാരി ഒക്കെയാണ്. അപ്പം എല്ലാ വർഷവും അല്ല എല്ലാ ദിവസവും എന്നോണം ഇപ്പോഴും ഒരുപാട് പേരുടെ താങ്ങായിട്ട് നിൽക്കുന്ന ആൾ ഒരു രാജീവ് പള്ളുരുത്തിയുണ്ട്. ചിലപ്പോ അറിയുമായിരിക്കും ഷഫീനിക്ക്, നമുക്ക് പുള്ളിയാണ്. ഓക്കെ, കേട്ടല്ലോ. അപ്പം ഇത് വേറൊന്നുമല്ല, കിച്ചുവിനെ കല്ലെറിയണം, കിച്ചുവിനെ ഇതിലോട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്ത് സൈബർ ബുള്ളിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കിച്ചുവിൻ്റെ ഇപ്പോഴത്തെ ഉള്ളൊരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഉള്ളൊരു അവൻ്റെ ഒരു ലൈഫൊക്കെ കണ്ടിട്ട് കുരുപൊട്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തേക്കുന്നത്. എന്നുവെച്ചാൽ ജനങ്ങൾ വെറുത്തിട്ട് ലാസ്റ്റ് അവൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലോ അവൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അതിൻ്റെ അടിയിൽ വന്ന് ജനങ്ങൾ കല്ലെറിയണം. അതായിരുന്നു രേണുവിൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇതിൽ നിന്ന് കേട്ടോ. പിന്നെ രേണുവിനെതിരെ അൻഷാദ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടല്ലോ, രേണുവിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കിച്ചുവിനെയൊക്കെ തെറി വിളിച്ച് രേണു കയറി തൂങ്ങി എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇട്ട. അപ്പോൾ അവനിക്കിപ്പം രേണു അവനെ ഫോണിൽ വിളിച്ചിട്ട് അവനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായെന്നൊക്കെയാണ് ഇപ്പം അറിയാൻ സാധിച്ചത്. അവനെ വിളിച്ചിട്ട് ഇതുപോലെ ദേഷ്യപ്പെട്ടെന്നോ അങ്ങനെ അവനും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ടുപേരും സംസാരമായെന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം അവൻ FBക്കകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, രേണു സുധിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വായിക്കാം. അതാണ് ഇവരെ ആര് സഹായിക്കുന്നു അവർക്കൊക്കെ ഉള്ള അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ അവ ഇട്ടേക്കുന്ന പോസ്റ്റ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിൽ നിന്നും പിന്മാറാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഇതൊക്കെ ഞാൻ മെനഞ്ഞ കഥകളാണെങ്കിൽ നിയമപരമായി തന്നെ എന്നെ നേരിടാമല്ലോ. എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത? രേണുവിനോടാണ് ചോദിക്കുന്നത്. മറ്റേ തൂങ്ങിന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഇവ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ളതാണെന്നാണ് ഇവൻ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനും വിശ്വാസമില്ല. നീയൊക്കെ എത്ര കുറിച്ചാലും അവസാന വിജയം സത്യത്തിന് മാത്രമാണ്. അതെൻ്റെ കൂടെയാണ് 100% കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്നത്. അടുത്തൊരു പോസ്റ്റ്, ഒരു കാര്യം പറയട്ടെ, മനസ്സറിഞ്ഞ് ഒരാൾക്കും ഒരു സഹായവും ചെയ്യരുത്, അത് നമുക്ക് തന്നെ വിനയാവും. രേണുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്നലെ വരെ രേണുവിനെ കയറ്റി തലയെ വെച്ചുകൊണ്ടിരുന്ന ടീമാണ് ഇവൻ. സത്യം കൈവശമുള്ളവന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ എനിക്ക് വട്ടാണ് എന്ന് പറഞ്ഞ് ഒരുത്തി കുരയ്ക്കുന്നുണ്ട്. അവളോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിന്റെ തന്തയ്ക്ക് ആടി വട്ട്. വിഷയം ഇതായത് കൊണ്ട് ഞാനൊന്ന് അയഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ നിന്നെയൊക്കെ എൻ്റെ പട്ടി പോലും പേടിക്കില്ല.